ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാനീയ വ്യക്തിത്വങ്ങളെ, എന്റെ മുമ്പിൽ അണിനിരന്നിട്ടുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ, ആദ്യമേ തന്നെ പ്രതികരിക്കുന്നവരെ ആക്രമിച്ച് ഭയപ്പെടുത്തി ഇല്ലായ്മ ചെയ്യുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ നിവർന്നു നിൽക്കാൻ ചങ്കൂറ്റം കാണിച്ച സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർക്ക് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 1000 വിപ്ലവാഭിവാദികൾ. നിങ്ങൾ മുന്നോട്ട് വെച്ച ഈ ചുവട് അതത്ര നിസ്സാരമല്ല. കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു ചുവട് വെക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം അതെന്താണെന്ന് എനിക്ക് മുമ്പ് നിങ്ങളോട് പ്രതിപാദിച്ചവർ വളരെ വ്യക്തമാക്കി തന്നിട്ടുള്ളതാണ്. അതിന്റെ അടയാളങ്ങളായി ദബോൽക്കറും പാൻസാരിയും കൽബുർഗിയും അഹ്ലാഖും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിഴലായി നിൽക്കുമ്പോൾ ഇത്തരം ഭയപ്പെടുത്തലുകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതൊന്നും കണ്ട് ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ, മറിച്ച് ഇതിനെയൊക്കെ നേരിടാൻ ത്രാണിയുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിവർന്നു നിൽക്കലാണ്, മുട്ടിലയലല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുപോലൊരു വേദി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ചുവടുവയ്പ് എന്ന് പറയുന്നത് കേരളത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും വരാനിരിക്കുന്ന വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചുണക്കുട്ടികളാണ്. അതുപോലെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നിങ്ങൾക്കൊരു ആശ്വാസത്തിന്റെ സ്വരം കേൾക്കാം. ഈ പറഞ്ഞ ലിസ്റ്റിലൊന്നും ഒരു പെണ്ണില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അങ്ങനെ ആശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഞാനും എന്നെ പോലെ ഇവിടെ വന്നെത്തിയിട്ടുള്ള സഹോദരിമാരും ഒരുപക്ഷെ ജനിച്ചത് ഗുജറാത്തിന്റെ മണ്ണിലായിരുന്നെങ്കിൽ ഇന്നിവിടെ നിങ്ങളെ ഈ റാലിയിൽ ഇങ്ങനെയായിരുന്നില്ല മുദ്രാവാക്യം വിളിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ കൂടിയിട്ടുള്ള ആൺകരുത്തിനേക്കാൾ ഉച്ചത്തിലായിരിക്കുമായിരുന്നു നിങ്ങളുടെ മുദ്രാവാക്യം. എന്തോ ഭാഗ്യം കൊണ്ട് ഇതുപോലെ നിങ്ങളെ താങ്ങി നിർത്താൻ കേൾപ്പുള്ള ഒരു സമൂഹത്തിലാണ് ഞങ്ങൾ ജനിച്ചു വീണത്. പക്ഷേ എന്റെ പൊന്നു സഹോദരിമാരെ, നിങ്ങൾ മറക്കരുത്, എന്റെയും നിങ്ങളുടെയും സഹോദരിയുടെ നിറവയറ്റിലേക്കാണ് തൃശൂലമേന്തിക്കൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് നിൽക്കുന്ന ഈ നറാധപന്മാരാണ് ഇന്ന് നമുക്ക് മുമ്പിലുള്ളത്. അത് നിങ്ങൾ മറക്കാൻ പാടില്ല. മാത്രമല്ല, ഇതൊക്കെ അങ്ങ് ഗുജറാത്തിലാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു സഹോദരിമാരെ, അവിടെയും നമുക്ക് തെറ്റി. കേരളക്കരയിലെ സമൂഹത്തിലെ സ്ത്രീകൾക്കെതിരെയും അടികിട്ടി തുടങ്ങി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊല്ലത്തെ ഏതാണ് ഗ്രാമപഞ്ചായത്ത് എന്നറിയില്ല, അവിടെ RSSകാർ വീട് കയറി ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിക്കുകയുണ്ടായി. എന്തിനാണ്? RSSകാർ നിയമം ഭേദിച്ചുകൊണ്ട് സ്വകാര്യ സ്വത്ത് കൈമുതലാക്കി വെച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് കയറി ആക്രമിക്കാനുള്ള തന്റെ ഇടം അവർ കാണിച്ചു കഴിഞ്ഞു. ഈ ആക്രമിക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു യുവതിയായിരുന്നു, അതും ഒരു ദളിത് യുവതി. അതുകൊണ്ട് അടി നമുക്ക് ഇവിടെയും കിട്ടിത്തുടങ്ങി. ഇനി നമ്മൾ നിവർന്നു നിന്നേ പറ്റൂ. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ പറയുന്ന സംഘികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പേടി എന്ന് പറയുന്നത് എന്റെ പൊന്നു സഹോദരിമാരെ നിങ്ങളെ തന്നെയാണ്. കാരണം ഇതുപോലെ നട്ടെല്ലിനുറപ്പുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുന്ന ഗർഭപാത്രം അത് നിങ്ങളുടേതാണ്. അതുകൊണ്ടാണ് ഈ നേതൃത്വങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് മലപ്പുറത്തെ പെണ്ണുങ്ങൾ പെറണ്ട, ശശികലയും ചന്ദ്രകലയും പെറട്ടെ, ബോണസ് 2 ലക്ഷം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എത്രത്തോളം ഇവരെ ഭയപ്പെടുന്നുവെന്ന്, നിങ്ങളുടെ വില എന്താണെന്ന്. ഇനി ഒരു പക്ഷേ ഇന്ത്യൻ ജനത കാണാൻ പോകുന്ന റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് സംഘികളുടെ ആണത്തം തെളിയിക്കുന്ന റിയാലിറ്റി ഷോ ആയിരിക്കും. അതെ, നിങ്ങൾ നോക്കിക്കോ, വെറുതെ കണ്ടം കളിച്ചിട്ട് തെക്കുവടക്ക് നടന്നുകൊണ്ടായില്ല, വേർപ്പൊഴിക്ക് പണിയെടുക്കണത് തിരിച്ചറിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളെക്കാൾ കൂടുതൽ കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു റിയാലിറ്റി ഷോയും അതിൽ 1ാം സ്ഥാനത്തെത്തുന്നവർക്ക് 1 കോടിയുടെ ഫ്ലാറ്റും ഇനി ഓഫർ വരും. നിങ്ങൾ നോക്കിക്കോ, അത്തരത്തിലായിട്ടുണ്ട് ഈ പറയുന്ന സംഘികളുടെ ചിഹ്നബലം. അത്രയ്ക്ക് നിർജീവമായി കൊണ്ടിരിക്കുന്നു. ഇവിടെ നിവർന്നു നിൽക്കാൻ ചങ്കൂറ്റം കാണിക്കുന്ന ഒരു പ്രസ്ഥാനം അത് നിങ്ങൾ തന്നെയാ. അതുകൊണ്ടാണ് പിന്നെ കുറെ ആൾക്കാരുണ്ട് ഈ ഒരു പ്രസ്ഥാനത്തില് ഇങ്ങനെ ഒരു ചുവടുവയ്പ് നടത്തുമ്പോ അതിന്റെ ഒപ്പം നിന്ന് അണിചേർന്ന് പ്രവർത്തിക്കുന്നതിന് പകരം അബു സാഹിബ് നേരത്തെ പറഞ്ഞതുപോലെ 1 കോടിയെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത്തരം ചെയ്തികളൊക്കെ ചെയ്യുന്നതിന് പിന്നിലെ ഒരു ചെറിയ ക്രിമികടയാണ് അസൂയ. അതിന് വരുന്നില്ല. നട്ടെല്ലിനുറപ്പുള്ള ആമ്പിള്ളർ എന്തെങ്കിലും ചെയ്യുമ്പോ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമുണ്ടല്ലോ, അത് മാത്രമായിട്ട് കണ്ടാ മതി. ഇതൊന്നും കണ്ട് പേടിക്കുന്നവരല്ല ഇവരെന്ന് നിങ്ങൾ ഇന്ന് തെളിയിച്ചു കൊടുത്തു.
എന്തായാലും ഇത്തരമൊരു വേദിയിൽ, അതായത് വർഗീയ ശക്തിക്കെതിരെ ശബ്ദിക്കുന്ന ഒരു വേദിയിൽ നിങ്ങളിൽ ഒരാളായിട്ട്, അതായത് വർഗീയ ശക്തിക്കെതിരെ വ്യക്തമായ നിലപാടെടുത്തുകൊണ്ട് ആ നിലപാടിൽ അടിയുടിച്ച് പ്രവർത്തിക്കുന്ന ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വക്താവായിട്ട് ഇത്തരമൊരു വേദിയിൽ ഇവിടെ ഇരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളുടെ ഒരു വ്യക്തി, നിവർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാവാൻ എനിക്ക് കഴിഞ്ഞതിന് ഞാൻ അങ്ങേയറ്റം അഭിമാനം കൊള്ളുന്നു. മറ്റൊന്നും കണ്ടല്ല, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ വിഷയത്തിൽ അഹങ്കരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയുമെന്നറിയില്ല, നരേന്ദ്രമോദി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കടിഞ്ഞാണുകൾ പിടിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നപ്പോലെ കേരളക്കരയിൽ നിന്ന് ഇന്ത്യൻ ജനതയുടെ മണ്ണിൽ ആദ്യമായി പ്രതികരിച്ച് മുന്നോട്ട് വന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അത് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിരുന്നു. ഗുജറാത്തിനെ ഓർക്കുക, മോഡിയെ തടയുക എന്ന മുദ്രാവാക്യവുമായി ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ക്യാമ്പസ് ഫ്രണ്ട് അന്നു തുടങ്ങിയതാണ് പോരാട്ടം. ഇന്നും ഞങ്ങൾ നിർത്തിയിട്ടില്ല, തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ സാധിക്കും, ഇതിനു മുമ്പ് പ്രതിപാദിച്ചു പോയിട്ടുള്ള സാംസ്കാരിക തരത്തിലുള്ള എഴുത്തുകാരെയൊക്കെ വധിച്ചുകൊണ്ട് അക്കമിട്ടുകൊണ്ട് ഓരോ തലകളെ എണ്ണിക്കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കേരളക്കര കണ്ടിട്ടുള്ള ശബ്ദം, പ്രതിഷേധത്തിന്റെ ശബ്ദം, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്.